السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أوفوا بالعقود. صدق الله العظيم وبلغ رسوله الكريم ونحن على ذلك من الشاهدين والشاكرين. ഏറെ സ്നേഹബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെ പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളും പിഴവുകളും അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് പുറത്തു മാപ്പ് ചെയ്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ അനുസരണത്തിലും തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ചു തീർക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം അഥവാ മെയ് 1 ലോകരാജ്യങ്ങൾ ആചരിച്ച ഒരു ദിവസമാണ്. നമുക്കെല്ലാം സുപരിചിതവുമാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. മെയ് 1 അഥവാ അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. ഈ ഒരു ദിനത്തിന് ഒരു ചരിത്രമുണ്ട്. 1886 കുറച്ച് തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് 8 മണിക്കൂർ മാത്രമായി ജോലികൾ പരിമിതപ്പെടുത്തണം, 8 മണിക്കൂർ വിശ്രമത്തിനും 8 മണിക്കൂർ വിനോദത്തിനുമായി, അങ്ങനെ 24 മണിക്കൂർ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന സന്ദേശം പ്രധാനമായി നൽകിക്കൊണ്ട് അമേരിക്കയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. ആ പ്രതിഷേധം ദേശീയ പണിമുടക്കായി അറിയപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ചിക്കാഗോയിലെ ഹേ മാർക്കറ്റ് സ്ക്വയർ എന്ന സ്ഥലത്ത് അവർ സംഘടിക്കുകയുണ്ടായി. എന്നാൽ രാജ്യത്തിൻ്റെ പോലീസ് വളരെ നിഷ്ഠൂരമായി
അവരെ വെടിവയ്ക്കുകയും ബോംബുകൾ എറിഞ്ഞ് ആക്രമിക്കുകയും ചെയ്തു. ആ ഒരു പ്രക്ഷോഭത്തിൽ നിരവധി മനുഷ്യരുടെ, തൊഴിലാളികളുടെ ജീവനുകൾ പൊലിയുകയും ചെയ്തു. അതിന്റെ ഭാഗമായി പിന്നീട് 1889 അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനം മെയ് 1 ഇനി മുതൽ അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കണം എന്ന സന്ദേശം ലോകത്തിനു മുന്നിൽ വെച്ചു. എന്നാൽ ഇന്ത്യയിൽ 1923 മുതലാണ് ആദ്യമായി മെയ് 1 തൊഴിലാളി ദിനമായി ആചരിച്ചു വന്നത്. ഇതാണ് അതിന്റെ ഒരു ചരിത്രത്തിന്റെ ഹ്രസ്വമായ രൂപം. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളെ പറ്റിയും അവർക്ക് ലഭിക്കേണ്ടുന്ന, അവർക്ക് വകവെച്ചു കൊടുക്കേണ്ടുന്ന അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പറ്റിയും 1886 അവർ ബോധവാന്മാരായത്. അതിന്റെ പേരിൽ അവർ സംഘടിക്കുവാൻ തീരുമാനിച്ചത്. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി ദിനം എന്ന ഒരു ദിനത്തിനേക്കാൾ ഉപരി തൊഴിലാളികൾക്ക് എല്ലാ ദിവസവും അവരുടെ തൊഴിലാളി ദിനം തന്നെയാണ്. അവരുടെ അവകാശങ്ങൾ എല്ലാ ദിവസവും സംരക്ഷിക്കപ്പെടേണ്ടുന്നതാണ്. ഇത്തരത്തിലുള്ള മഹത്തായ ഒരു സന്ദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിന് പകർന്നു നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് പോലും ബോധ്യമില്ലാത്ത ഒരു സമയം, ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത തുല്യതയില്ലാത്ത പ്രഖ്യാപനങ്ങൾ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമായി തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, അഅ്തുൽ അജീറ അജ്റഹു, ഒരു തൊഴിലാളിക്ക് അവന്റെ കൂലി നിങ്ങൾ നൽകിയിരിക്കണം. ഖബ്ല അയ്യജിഫ അറഖുഹു, ആ തൊഴിലിന്റെ ഭാഗമായി അവന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വിയർപ്പ് തുള്ളികൾ വറ്റുന്നതിന് മുമ്പായി, ഉണങ്ങുന്നതിന് മുമ്പായി അവന്റെ വേതനം അവന് നൽകിയിരിക്കണം. ലോകത്ത് തുല്യതയില്ലാത്ത ഒരു പ്രഖ്യാപനം. എപ്പോഴാണ്? 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ ഒരു ബോധ്യം തൊഴിലാളികൾക്ക് ഉണ്ടാകാൻ 1886 വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. നോക്കൂ സഹോദരങ്ങളെ, തുല്യതയില്ലാത്ത ഒരു പ്രഖ്യാപനം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുന്നിൽ വയ്ക്കുകയാണ്. ഇത്തരത്തിൽ അവരുടെ വേതനങ്ങൾ കൃത്യമായി കൊടുത്തില്ല എങ്കിൽ അതിനെയും ശക്തമായി അവിടുന്ന് താക്കീത് ചെയ്യുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വറജുലുൻ ഇസ്തഅജറ അജീറ ഫസ്തൗഫ മിൻഹു വലം യുഅതിഹി അജ്റഹു. ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം വറജുലുൻ ഇസ്തഅജറ അജീറൻ, അയാൾ ഒരു തൊഴിലാളിയെ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി അയാൾ കൊണ്ടുവരികയുണ്ടായി, ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ഫസ്തൗഫ, ആ മനുഷ്യനെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കാമോ അത് മുഴുവനും ചെയ്യിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ പരിപൂർണമായി അയാളെ ഉപയോഗപ്പെടുത്തി അയാളുടെ സമയത്തെയും അയാളുടെ ചിന്തയെയും അയാളുടെ ആരോഗ്യത്തെയും മുഴുവനും അയാൾ പ്രയോജനപ്പെടുത്തി. പക്ഷേ വലം യുഅതിഹി അജ്റഹു, അവന്റെ വേതനം നൽകിയില്ല എങ്കിൽ അന ഖസ്മതുഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് എതിരായി ഞാൻ നിൽക്കുന്നതാണ്, അവന് പ്രതികൂലമായി ഞാൻ നടപടിയെടുക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. നോക്കൂ, തുല്യതയില്ലാത്ത പ്രഖ്യാപനം. തൊഴിലാളിയെ അവന്റെ സമയവും അവന്റെ ആരോഗ്യവും പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയതിനു ശേഷം അവന്റെ വേതനം വാങ്ങുന്ന സന്ദർഭത്തിൽ ഈ താല്പര്യമില്ലാതിരിക്കുകയും
അവന്റെ വേതനം കൃത്യമായി കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അല്ലാഹു തആല അവനെ ഖിയാമത്ത് നാളിൽ കൈകാര്യം ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തൊഴിലാളിയോട് കാണിക്കേണ്ടുന്ന ഏറ്റവും മഹത്തായ മാതൃകാപരമായ നിലപാടുകൾ കൈക്കൊണ്ട ഒരു ദീനാണ് നമ്മുടെ ദീൻ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. തൊഴിൽ എന്ന് പറയുന്നത് തന്നെ വ്യവസ്ഥയാണ്. ഇത്ര സമയത്തിൽ ഇത്ര തൊഴിൽ ചെയ്യണം, അതല്ലെങ്കിൽ ഇത്ര തൊഴില്, അതിന് ഇത്ര രൂപ, ഇത്തരത്തിൽ വ്യവസ്ഥാപിതമായിട്ട് വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ തൊഴില് എന്ന് പറയുന്നത്. അങ്ങനെ വ്യവസ്ഥകൾ വെക്കുമ്പോൾ ഒരു സത്യവിശ്വാസി ആ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാൻ ബാധ്യസ്ഥനാണ്. സൂറത്തുൽ മാഇദയിലെ ആദ്യത്തെ ആയത്ത്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദ ആരംഭിക്കുന്നത് തന്നെ ഇത്തരത്തിലാണ്: യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. അഥവാ അല്ലാഹു തആല ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് സത്യവിശ്വാസികളെയാണ്. ശേഷം പറയുന്ന വിഷയം എനിക്കും നിങ്ങൾക്കും ബാധകമാകുന്നില്ല എങ്കിൽ അല്ലാഹു സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്ത ഈ അഭിസംബോധനയിൽ നാം അകത്താണോ അതല്ല പുറത്താണോ എന്ന് നാം സ്വയം വിലയിരുത്തണം. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത് എന്താണ്? ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങളുടെ കരാറുകൾ നിങ്ങൾ കൃത്യമായി നിങ്ങൾ പാലിച്ചിരിക്കണം. നിങ്ങളുടെ വ്യവസ്ഥകളിൽ കണിശമായും നിങ്ങൾ സത്യസന്ധത പാലിച്ചിരിക്കണം, നിങ്ങൾ കൃത്യത പാലിച്ചിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യവസ്ഥകളും സത്യവിശ്വാസികൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. തൊഴിലാളികളുടെ വിഷയത്തിൽ തൊഴിലുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഏത് വ്യവസ്ഥയിലാണോ മുന്നോട്ട് പോയത്, ഏത് വ്യവസ്ഥയിലാണോ തീരുമാനത്തിലെത്തിയത്, അതേ വ്യവസ്ഥ കൃത്യമായി പാലിക്കാൻ അതേ വേതനം കൊടുക്കുന്ന ആളും തൊഴിൽ ചെയ്യുന്ന ആളും ഒരുപോലെ ബാധ്യസ്ഥനാണ്. ആ വ്യവസ്ഥ പാലിക്കേണ്ടുന്നത് നിർബന്ധമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നിർദ്ദേശങ്ങളാണ് ഈ പറയുന്നത്. ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത, തൊഴിലാളികളുടെ അവകാശം എന്തെന്ന് പോലെ അവർക്ക് ബോധ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഈ പറയുന്നത്. ഇത്തരത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ കാലവും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആധികാരികമായ തെളിവുകളോടുകൂടി തന്നെ മുൻനിരയിൽ നിന്നിട്ടുണ്ട് എന്ന വസ്തുത സത്യവിശ്വാസികളായ നമ്മൾ വിസ്മരിക്കാൻ പാടുള്ളതല്ല. നോക്കൂ സഹോദരങ്ങളെ, തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലേക്കും ആഭ്യന്തര തലത്തിലേക്കും ഒക്കെ നമ്മുടെ ചർച്ചകളെ കൊണ്ടുപോകാറുണ്ട് ഇത്തരത്തിൽ. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. തൊഴിലുമായി ബന്ധപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് ചൂഷണം അനുഭവിക്കുന്ന വിഭാഗമായി നമ്മുടെ പള്ളികളിലെ ഉസ്താദുമാർ മാറുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി ആരും മെയ് ദിനത്തിൽ ചർച്ച ചെയ്യാറില്ല, മെയ് ദിനമല്ലാത്തപ്പോഴും ചർച്ച ചെയ്യാറില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഓരോ പള്ളികളിലെയും ഉസ്താദുമാരാണ് വേതനത്തിന്റെ പേരിൽ എന്നത് വളരെ ഖേദകരമാണ്. പറഞ്ഞും അറിഞ്ഞും എല്ലാം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനും സാധ്യമല്ല. ഓരോ പള്ളികളിലും ഉസ്താദുമാർക്ക് കൃത്യമായ വേതനം കൊടുക്കാൻ എല്ലാവരും തയ്യാറാകണം. ഒരാളെന്നോ ഒരു കൂട്ടായ്മയെന്നോ അല്ല, എല്ലാവരും അവരുടെ വേതനം കാലാനുസൃതമായി കൃത്യമായി നൽകുവാൻ ഓരോ മഹല്ലുകളും ബാധ്യസ്ഥരാണ് എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്നത് ശമ്പളം എന്നല്ല, ഉസ്താദുമാർക്ക് കൊടുക്കുന്നതിനെ ശമ്പളം എന്നല്ല പറയുന്നത്, മറിച്ച് ഹദിയ എന്നാണ്, ശമ്പളം എന്നല്ല. കാരണം അവർ ചെയ്യുന്നത് ജോലിയല്ല, മറിച്ച് സേവനമാണ്. സേവനത്തിന് ശമ്പളം എന്ന് പറയാറില്ല, സേവനത്തിന് ശമ്പളം എന്ന് പറയാറില്ല. കാരണം ശമ്പളം നിശ്ചയിക്കുകയാണ് എങ്കിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് എത്ര ശമ്പളം നിശ്ചയിക്കാൻ പറ്റും? ഒരു വഖത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് എത്ര ശമ്പളം നിശ്ചയിക്കാം? 1000, 10,000, ലക്ഷമോ കോടിയോ? എത്രയാണ് വേതനം നിശ്ചയിക്കുന്നത്? ഏറ്റവും ശ്രേഷ്ഠമായ, മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ
അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതിന് എത്ര രൂപയാണ് വ്യവസ്ഥ വയ്ക്കുന്നത്? അതുകൊണ്ട് തന്നെ ശമ്പളം എന്ന വാക്ക് തന്നെ അവിടെ പ്രായോഗികമല്ല, മറിച്ച് ഹദിയ, ബഹുമാനത്തോടുകൂടി നൽകുന്ന ഒരു വേതനം, ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു ഉപഹാരം, ഇത്തരത്തിൽ ഹദിയ എന്ന വാക്ക് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ യോജിച്ചു വരുന്നത്. കാരണം അതല്ലെങ്കിൽ കൊടുക്കുന്നത് വളരെ പരിമിതമാണ് എന്ന് പറയേണ്ടി വരും. ഇത്രയും വലിയ ഒരു വിഷയത്തിന് നേതൃത്വം നൽകുന്ന ഒരാൾക്ക് കൊടുക്കുന്നത് ഇത്തരത്തിൽ ശമ്പളം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും താഴ്ന്ന പടിയിലുള്ള ഒരു വാക്കായി പരിചയപ്പെടുത്തേണ്ടി വരും. നോക്കൂ സഹോദരങ്ങളെ, ഈ സേവനം എന്ന് പറയുന്നത് അത് വേതനം അർഹിക്കാത്തത്, അതല്ലെങ്കിൽ ഹദിയ അർഹിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യമാണോ? അങ്ങനെയാണോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്? സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വേതനം വാങ്ങാൻ പാടില്ല, ഈ ഒരു ചിന്താഗതിയാണോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം ലോകത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു കച്ചവടക്കാരനാണ്. ആ തുണികൾ അങ്ങാടിയിലേക്ക് കൊണ്ടുപോയി, ചന്തകളിലേക്ക് കൊണ്ടുപോയി അത് വിൽക്കുകയും ആ വഴി വലിയ സമ്പാദ്യം നേടുകയും ചെയ്ത അക്കാലത്തിലെ ഒരു സമ്പന്നനായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ഇതുപോലെ തുണികൾ ഭണ്ഡാരത്തിലാക്കിക്കൊണ്ട് തോളിൽ ചുമന്നുകൊണ്ട് അങ്ങാടിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, ഇവർ രണ്ടുപേരും അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് വേണ്ടി തുണിക്കെട്ടുകളുമായി അങ്ങാടിയിലേക്ക് പോകുന്ന വഴിയിൽ ഇവർ രണ്ടുപേരും അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട്, ഐന തുരീദു യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ താങ്കൾ എന്തുദ്ദേശത്തിലാണ് ഈ തുണിക്കെട്ടുമായി പുറപ്പെടുന്നത്? എവിടേക്കാണ് പുറപ്പെടുന്നത്? ഇവരുടെ ചോദ്യത്തിന്റെ ആശയം അതാണ്. താങ്കൾ ഖിലാഫത്ത് ഏറ്റെടുത്ത വ്യക്തിയാണ്, ഖലീഫയ്ക്ക് ചെയ്യുവാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വഫാത്ത് കഴിഞ്ഞ സന്ദർഭത്തിൽ ഖലീഫയ്ക്ക് ചെയ്യുവാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഈ തുണിക്കെട്ടുമായി താങ്കൾ എവിടേക്കാണ് പുറപ്പെടുന്നത്? എന്തുദ്ദേശത്തിലാണ് താങ്കൾ പോകുന്നത് എന്ന് അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്സൂഖ്, ഞാൻ അങ്ങാടിയിലേക്ക് പോവുകയാണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, ഞാൻ അങ്ങാടിയിലേക്ക് പോവുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ സമ്പാദ്യ മാർഗം എന്ന് പറയുന്നത് കച്ചവടമാണ്, തുണിക്കച്ചവടമാണ്. വർഷങ്ങളായി അദ്ദേഹം നടത്തി വരുന്ന വ്യാപാരമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തികമായ സ്രോതസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് അദ്ദേഹം അത്തരത്തിലൊരു മറുപടി പറഞ്ഞു. അപ്പോൾ ഇരു സഹാബികളും അദ്ദേഹത്തിനോട് കുറച്ചുകൂടി ഗൗരവത്തിൽ ചോദിക്കുകയാണ്, മാ ഹാദല്ലദീ തസ്നഉഹു വഖദ് വല്ലിത അംറുൽ മുസ്ലിമീൻ, താങ്കൾക്ക് വിലായത്ത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, മുസ്ലിമീങ്ങളുടെ വിഷയം താങ്കളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, താങ്കൾ ഖലീഫയാണ്. മാ ഹാദല്ലദീ തസ്നഉഹു, പിന്നെന്തിനാണ് താങ്കൾ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത്? ആ സമയം കൂടി ഖിലാഫത്തിന്റെ ഭാഗമായി സമുദായത്തിന് ഉപകരിക്കുന്ന തരത്തിൽ, സമൂഹത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായല്ലേ താങ്കൾ ബന്ധപ്പെടേണ്ടുന്നത്? താങ്കൾ എന്തിനാണ് പിന്നീട് ഈ വിലായത്ത് ഏൽപ്പിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ താങ്കൾ ഇതിനു വേണ്ടി പുറപ്പെടുന്നത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഖലീഫ തന്റെ സേവനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൽ നിന്ന് ചോദ്യമുണ്ടായപ്പോൾ അദ്ദേഹം നൽകിയ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫമൻ ഐന യഅകുലു ഇയാലി, അങ്ങനെയെങ്കിൽ എന്റെ കുടുംബത്തിനെ ഭക്ഷിക്കാൻ നൽകുന്നത് ആരാണ്? എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കുന്നത് പിന്നെ ആരാണ്? ചോദ്യം അങ്ങനെയാണ്. എന്റെ കുടുംബത്തിന്റെ കാര്യം പിന്നെ ആരാണ് നോക്കുന്നത്? ഖലീഫ ചോദിച്ച ചോദ്യമാണ്. സമുദായത്തിന് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി
അവർക്ക് വേണ്ടി ഖിലാഫത്തിന്റെ ഭാഗമായി ഞാൻ മുഴുവൻ സമയവും അതിനു വേണ്ടി ചിലവഴിച്ചാൽ എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കുന്നത് ആരാണ്? അതോടുകൂടി തന്നെ അവിടെ തീരുമാനമുണ്ടായി. കൃത്യമായി മാസത്തിൽ ഒരു വിഹിതം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നൽകുവാൻ വേണ്ടി നിശ്ചയിച്ചു. എവിടെ നിന്നാണ്? ബൈത്തുൽ മാലിൽ നിന്ന്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് കൃത്യമായ ഒരു വിഹിതം അദ്ദേഹത്തിന് നൽകുവാൻ വേണ്ടി പ്രഖ്യാപനമുണ്ടായി. എന്ന് മാത്രമല്ല, പിന്നീട് പോകെ അദ്ദേഹത്തിന് ലഭിച്ച ആ വേതനം അദ്ദേഹത്തിന് മതിയാകാതെ വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ വരുമാനം, അദ്ദേഹത്തിന്റെ വേതനം വീണ്ടും സഹാബത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഇത്തരത്തിൽ സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ, കുടുംബത്തെ നോക്കാതെ, ഭാര്യയെയും മക്കളെയും നോക്കാതെ, ഉമ്മയെയും വാപ്പയെയും നോക്കാതെ മുഴുവൻ സമയവും അതിനു വേണ്ടി ചിലവഴിക്കുക എന്നല്ല. അങ്ങനെ മുഴുവൻ സമയവും സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടുന്ന ബാധ്യതയും ആർക്കുണ്ട്? മഹല്ലുകൾക്കുണ്ട്, മുസ്ലിം സമുദായത്തിനുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാലം കൂടിയാണ്, ഒരു സമയം കൂടിയാണ് ഈ മെയ് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. നോക്കൂ സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവിക്കുന്ന ഒരു വിഭാഗമായി ഇത്തരത്തിൽ നമ്മുടെ ഉസ്താദുമാര് മാറിയിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ പള്ളികൾ പരിശോധിച്ചാൽ, ഈ കണിയാപുരം മേഖല തന്നെ പരിശോധിച്ചാൽ, ഇപ്പോഴും വലിയ വലിയ മഹല്ലുകളിലെ ഉസ്താദുമാരുടെ ശമ്പളം ഇപ്പോഴും ഒന്നുകിൽ 10-നും 15-നും ഇടയ്ക്ക്, അതല്ലെങ്കിൽ 15-ന്റെയും 20-ന്റെയും ഇടയ്ക്ക്. അതിനപ്പുറം കണിയാപുരം മേഖലയിൽ പോലും വലിയ വലിയ പള്ളികളിൽ പോലും, ലക്ഷങ്ങൾ വരുമാനമുള്ള പള്ളികളിൽ പോലും ഇന്ന് കൃത്യമായി വേതനം കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? വരുമാനമില്ലാത്തതിന്റെ പേരിലല്ല, താല്പര്യമില്ലാത്തതിന്റെ പേരിലാണ്. എന്ന് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ ഇത്തരത്തിൽ ജീവിക്കണം, കൊടുക്കുന്നത് കഴിച്ച് ജീവിക്കണം എന്ന ചിന്താഗതി അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആ നേതൃത്വത്തിന്റെ പ്രതിഫലനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അവരുടെ വേഷത്തിലുണ്ടാകണം, അവരുടെ രൂപത്തിലുണ്ടാകണം. ഇത് പരിഗണിക്കേണ്ടുന്നത് ആരാണ്? അതുകൊണ്ടാണ് ഞാൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയം അതീവ ഗൗരവത്തോടു കൂടി വിശാലമായി സംസാരിച്ചത്. ഇതാരാണ് പരിഗണിക്കേണ്ടത്? അത് ചിന്തിക്കേണ്ട വിഷയം നമുക്കുണ്ട്. ഇപ്പോഴും പല പള്ളികളിലും വ്യവസ്ഥകൾ വയ്ക്കുമ്പോൾ, പുതിയൊരു ഇമാമിനെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോഴും ഖിറാഅത്തിനോടും പ്രസംഗത്തിനോടും എല്ലാം അനുബന്ധമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അടുത്തിടെ എന്റെ ഒരു ബന്ധു കൂടിയായ ഒരു ഉസ്താദ് പറഞ്ഞ വിഷയമാണ്. പ്രധാനമായി ചോദിക്കുന്ന ഈ NB എന്ന് പറഞ്ഞ് നോട്ടീസ് ബോർഡ് ബ്രാക്കറ്റിൽ ഇടുന്നത് പോലെ ഒരു പ്രയോഗമാണ്. താടിയും തടിയും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തടിയും താടിയും ഉണ്ടോ? ബാക്കിയുള്ള യോഗ്യതകളെല്ലാം ഉണ്ടെങ്കിലും ഈ തടിയും താടിയും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഹറമില് ബാങ്ക് വിളിക്കുന്നത് പോലെ ബാങ്ക് വിളിക്കണം, ഹറമിലെ ഖിറാഅത്ത് പോലെ ഖിറാഅത്ത് ഉണ്ടായിരിക്കണം. ഖുതുബ ഹറമിലെ പോലെ വേണ്ട, അത്ര സുഖമില്ല. പിന്നെ അത് നമ്മുടെ മാർക്കോസിനെ പോലെ ഇരിക്കണം ഖുതുബ. ഈ ഒരു ചിന്താഗതി, ഖുതുബ ഹറമിലെ പോലെ വേണ്ട. കാരണം ഹറമിലെ ഖുതുബ നമുക്ക് ദഹിക്കില്ലല്ലോ, ആ ശൈലി നമുക്ക് ദഹിക്കില്ലല്ലോ. നമുക്കിപ്പോഴും ദഹിക്കുന്നത് ഈ മാർക്കോസിന്റെ സുവിശേഷം പോലെയുള്ള ഈ ഖുതുബയാണ് നമുക്കിപ്പോഴും ദഹിക്കുന്നത്. ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള വ്യവസ്ഥകളെല്ലാം വെക്കുമ്പോഴും പിന്നീട് എക്സ്ട്രാ വെക്കുന്ന രണ്ട് വിഷയമാണ്. തടിയും താടിയും ഉണ്ടോ? മെഹ്റാബിൽ നിന്നാൽ മെഹ്റാബ് നിറയണം, മിമ്പറിൽ ഇരുന്നാൽ മിമ്പർ നിറയണം. ഇത്തരത്തിൽ യോഗ്യതയുള്ള ഉസ്താദുമാരെയാണ് ഇന്ന് വ്യവസ്ഥകൾ വെച്ച് പള്ളികളിലേക്ക് ക്ഷണിക്കുന്നത്. പക്ഷേ ശമ്പളത്തിന്റെ വിഷയത്തിൽ മാത്രം ഈ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് പാടില്ല. ഈ ചൂഷണങ്ങൾ മാറണം. മെയ് ദിനവുമായി ബന്ധപ്പെട്ട് ഉസ്താദുമാരെ തൊഴിലാളികളായി കാണുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇത് പ്രസക്തമായ വിഷയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വിഷയമുണ്ട്. തടിയുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും ബുദ്ധിമാനായി ഞാൻ മനസ്സിലാക്കുന്നത് മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി റഹിമഹുല്ലയാണ്. തടി വേണമെന്ന് പറയുന്നവരോട് പറയുകയാണ്. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്,
തടിയുള്ള ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാരായി ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ. അത് മുഹമ്മദ് ബിൻ ഹസൻ ശൈബാനി റഹിമഹുല്ലയാണ്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഹനഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട 2 പണ്ഡിതന്മാരിൽ ഒരാളാണ്. ഹനഫി മദ്ഹബിന്റെ അടിസ്ഥാനപരമായ 2 പണ്ഡിതന്മാരിൽ ഒരാളാണ് മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്ന മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി റഹിമഹുല്ലാഹയുടെ പാണ്ഡിത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താണത്? ഒരു ഒട്ടകത്തിന് ചുമക്കാൻ പറ്റുന്ന അത്രയും ഞാൻ മുഹമ്മദ് ബിൻ ഹസനിൽ നിന്ന് സ്വന്തമാക്കി. ഒരു ഒട്ടകത്തിന് ചുമക്കാൻ പറ്റുന്ന അത്രയും അറിവുകൾ, അദ്ദേഹം പഠിച്ചെടുത്ത അറിവുകൾ അത് ഗ്രന്ഥരൂപത്തിലോ പുസ്തക രൂപത്തിലോ ആക്കുകയാണ് എങ്കിൽ ഒരു ഒട്ടകത്തിന് ചുമക്കാനുള്ള അത്രയും ഭാരം അതിനുണ്ടാകും. ഒരു ഒട്ടകം എത്ര ഭാരം ചുമക്കും? ശാസ്ത്രം പറയുന്നത് ഒരു ഒട്ടകം 200 മുതൽ 250 കിലോഗ്രാം വരെ ഭാരം ചുമക്കുമെന്നാണ്. 200 മുതൽ 250 കിലോഗ്രാം വരെ. അപ്പൊ അത്രത്തോളം വൈജ്ഞാനിക സമ്പത്ത് അദ്ദേഹത്തിൽ നിന്ന് നേടിയെടുത്തു. ആ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, തടിയുള്ളവരിൽ ബുദ്ധിമാനായി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ എന്ന്. തടിയും താടിയും നോക്കുമ്പോൾ പാണ്ഡിത്യം വിസ്മരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരത്തിൽ ആകാൻ പാടില്ല. ഈ ചിന്താഗതികളെല്ലാം മാറണം. തൊഴിലാളികളെ പോലെ പെരുമാറുമ്പോൾ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടുന്ന വേതനത്തെ പറ്റിയും ചർച്ചയുണ്ടാകണം. സേവനത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആ സേവനം കാലാനുസൃതമായി വർദ്ധിപ്പിക്കാനും നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ കൂട്ടായ്മകൾ തയ്യാറാകണം എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എത്രയോ വലിയ ജമാഅത്തുകൾ, ലക്ഷങ്ങൾ വരുമാനമുള്ള എത്രയോ പള്ളികൾ ഒരു വർഷത്തിൽ ഒരു 100 രൂപ പോലും വർദ്ധിപ്പിക്കാൻ ഇന്ന് വരെയും ഒരു വ്യവസ്ഥയും പല പള്ളികളിലും ഇല്ല എന്നത് ഖേദകരമാണ്. ഒരു വർഷത്തിൽ ഒരു 100 രൂപ പോലും ഉസ്താദുമാരുടെ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള പ്രാപ്തി ഇല്ലാതെ പോകുന്നു എന്നത് ഏറ്റവും ഖേദകരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൊഴിലാളികളോടുള്ള പരിഗണനയെ പറ്റി പറയുമ്പോൾ ഉസ്താദുമാരെ പറ്റി തീർച്ചയായും സംസാരിക്കണം. കാരണം എല്ലാവർക്കും സംഘടനകളുണ്ട്. അവർ പ്രക്ഷോഭങ്ങൾ നടത്തും, അവർ പ്രതിഷേധങ്ങൾ നടത്തും. ഇത്തരത്തിൽ അവരുടെ സമ്പത്ത്, അവരുടെ വരുമാനം അവർ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. കുറച്ചു കാലം മുമ്പ് വരെയും KSRTCയുടെ സമരങ്ങൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ജീവനക്കാരുടെ സമരങ്ങൾ, ഇപ്പൊ ഇതാ ആശാ വർക്കർമാരുടെ സമരങ്ങൾ. ഇത്തരത്തിൽ ഓരോ വിഭാഗത്തിനും അവരുടെ സംഘടനകളുണ്ട്. അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പ്രതിഷേധ മാർഗങ്ങൾ ജനാധിപത്യപരമായി അവർക്കുണ്ട്. പക്ഷെ ഉസ്താദുമാരുടെ വിഷയം അക്കാര്യത്തിലും പരിതാപകരമാണ്. ഏതെങ്കിലും ഒരു ഉസ്താദ് പള്ളിയുടെ മുന്നിൽ ഒരു ബാനർ പിടിച്ച് ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്ന ചരിത്രമുണ്ടോ? അപ്പോൾ ഇതെല്ലാം മാറേണ്ടുന്നതാണ്. കാലാനുസൃതമായി അവർക്ക് നൽകേണ്ടുന്നതാണ്. ഉസ്താദുമാരുടെ വിഷയത്തിൽ ഈ ഒരു താല്പര്യമില്ലായ്മ, അവരെപ്പോഴും സമുദായത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കേണ്ടുന്നവരാണ്, അല്ലെ? ഒരു കാലഘട്ടം, എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു വ്യവസ്ഥ തന്നെയുണ്ട്. മുഅദ്ദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സൈക്കിളിലെ യാത്ര ചെയ്യാവൂ. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബസ്സിലെ യാത്ര ചെയ്യാവൂ. ഇതിനപ്പുറത്തേക്കൊന്ന് അവർക്ക് പാടില്ല എന്ന ഒരു വ്യവസ്ഥ തന്നെയുണ്ട്. പിന്നെ കുറച്ചുകൂടി കാലം പരിഷ്കരിക്കപ്പെട്ടു. 2 വീലറുകളൊക്കെ വിപുലമായി വരാൻ തുടങ്ങിയ സന്ദർഭത്തിൽ പിന്നെ പുതിയൊരു വ്യവസ്ഥ വെച്ചു. ഉസ്താദിനെ 2 വീലർ ആകാം, പക്ഷെ ഗിയർ ഉണ്ടാകാൻ പാടില്ല. ഗിയർ ഉണ്ടാകാൻ പാടില്ല. കാരണം ഗിയർ എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ഉയർന്ന പദവിയാണ്. അപ്പൊ അത് ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള ചിന്താഗതികളെല്ലാം നമ്മുടെ മഹല്ലുകളിൽ നിന്ന് മാറണം. മഹല്ലുകളെ മുരടിപ്പിക്കുന്ന, ഉസ്താദുമാരുടെ ജീവിതത്തെ മുരടിപ്പിക്കുന്ന, പള്ളിയിലെ ജീവനക്കാരുടെ അവരുടെ അവകാശങ്ങളെ മുരടിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവണതകൾ ഒഴിവാക്കപ്പെടണം. ഈ ചിന്തകൾ മാറണം. അവരെ ഏറ്റവും നല്ല മുൻനിരയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ, അവരുടെ കുടുംബത്തെ കൊണ്ടുവരുവാൻ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ, അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അതിനുള്ള സംവിധാനങ്ങളെല്ലാം കേവലം ഒരു തുണിക്കടയിൽ 10,000 രൂപയ്ക്ക് നിൽക്കുന്ന ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് ഗേളിന് പോലും എന്തുണ്ട്? ഇന്നത്തെ ആരോഗ്യപരമായിട്ടുള്ള ചികിത്സാ സംരംഭങ്ങൾ അവർക്കുണ്ട്. ESIC പോലെയുള്ള ആനുകൂല്യങ്ങൾ അവർക്കുണ്ട്. ഉസ്താദുമാരുടെ വിഷയം അതിലും പരിതാപകരമാണ്. അപ്പോൾ ഇതെല്ലാം മാറിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം.
കാലഘട്ടത്തിന് അനുസൃതമായി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കപ്പെടണം. അവർ സമുദായത്തിന്റെ താഴെ തട്ടിൽ ജീവിക്കേണ്ടുന്നവരല്ല, എല്ലാ കാലവും നീലം മുക്കി കഴിയേണ്ടുന്നവരല്ല. അവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ഓരോ മഹല്ലുകളും മാതൃകാപരമായി മുന്നോട്ട് വരണം. അവിടെയാണ് പ്രാപ്തി എന്ന് പറയുന്നത്. മറിച്ച് അവിടെ അങ്ങനെയാണ്, അതുകൊണ്ട് ഇവിടെയും ഇങ്ങനെയാണ്. ഇത് പറയാൻ ഒരു പ്രാപ്തിയുടെ ആവശ്യമില്ല. ഇത് ആർക്കും പറയാൻ പറ്റുന്ന ഒരു വാക്യമാണ്. അവിടെ അങ്ങനെയാണ്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ്. മറിച്ച് അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല എന്ന് പറയുവാനുള്ളതാണ് പ്രാപ്തി എന്ന് പറയുന്നത്. ആ പ്രാപ്തി ഓരോ മഹല്ലുകളും കൈവരിക്കണം, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം എന്നതാണ് ഈ മെയ് ദിനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപജീവന മാർഗങ്ങളിലും കച്ചവടങ്ങളിലും തൊഴിൽ മേഖലകളിലും സംരംഭങ്ങളിലും എല്ലാം അല്ലാഹു തആല വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.